എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് പറയപ്പെടുന്നത് ഇത് പ്രകാശത്തിൻ്റെ ആഘോഷമാണ് എന്നതാണ്. പ്രകാശമായി തീരണമെന്ന വലിയ സന്ദേശവും ക്രിസ്മസ് നൽകുന്ന വലിയ സന്ദേശമാണ്. എങ്ങനെയാണ് യേശുദേവൻ ജനിച്ച ഡേറ്റ് ഡിസംബർ 25 കണക്കാക്കപ്പെടുന്നത്? അതിന് പിന്നിൽ വലിയ പഠനങ്ങളുണ്ട്. യേശു ജനിച്ചത് മിക്കവാറും സെപ്റ്റംബർ മാസത്തിലായിരിക്കാനാണ് സാധ്യത എന്ന് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നു. കാരണം ആട്ടിടയന്മാർ വയലിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയന്മാർക്ക് സന്ദേശം ലഭിച്ചത്. ഇടയന്മാർ പാടശേഖരങ്ങളിലേക്ക് പോയി അവർക്ക് തങ്ങളുടെ ആടുകളെ അവിടെ സംരക്ഷിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. നമ്മുടെ അപ്പൻ്റെ അപ്പൻ ജനിച്ച ദിവസം പോലും നമുക്ക് ഓർമ്മയില്ല. ആ ഡേറ്റ് രേഖപ്പെടുത്താറില്ല ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ ഈശോ ജനിച്ച തീയതി എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? ഇത് രേഖപ്പെടുത്തിയത് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ആണ്ടുവട്ടത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള പകൽ ലഭിക്കുന്ന ദിവസം ജൂൺ 21 സെപ്റ്റംബർ 21 ആണ്ടുവട്ടത്തിലെ പകലും രാത്രിയും ഒരുപോലെയാകുന്ന ദിവസം. പിന്നീടങ്ങോട്ട് പകൽ കുറഞ്ഞു വരുന്നു. ഡിസംബർ 21 ഒരാണ്ടുവട്ടത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള രാത്രി ലഭിക്കുന്ന ദിവസം. നമ്മൾ പ്രകൃതിയിലേക്ക് പതുക്കെ കണ്ണോടിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡിസംബർ 1 ആകുമ്പോഴേക്കും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. നേരത്തെ രാത്രിയാകുന്നു. അല്പം കഴിഞ്ഞാണ് നേരം പുലരുന്നത് തന്നെ. അങ്ങനെ പകലിൻ്റെ ദൈർഘ്യം വളരെ കുറഞ്ഞു വന്ന് അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 21 ഡിസംബർ 21 സൂര്യദേവൻ്റെ മരണമായിട്ട് ചില മതങ്ങൾ കണക്കാക്കി. റോമക്കാർ സൂര്യദേവനെ, അതായത് അപ്പോളോ ദേവനെ ആരാധിച്ചിരുന്നു. റോമക്കാർ മാത്രമല്ല, ഈജിപ്ഷ്യൻകാരും മറ്റ് അനേക നാട്ടുകാരും സൂര്യദേവനെ ആരാധിച്ചിരുന്ന കാലഘട്ടമാണ്. ഡിസംബർ 21 തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ദേവനായ അപ്പോളോ ദേവൻ്റെ മരണമായിട്ട് അവർ കൊണ്ടാടുകയും അന്നേ ദിവസം ദുഃഖത്തിൻ്റെ ദിനമായിട്ട് അവർ ആചരിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളിലും അന്നേ ദിവസം വലിയ വിലാപത്തിൻ്റെ ദിനങ്ങളായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അജയനായ സൂര്യനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. 22 മുതൽ വീണ്ടും സൂര്യൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വരികയാണ്. അത് സൂര്യനെ ആരാധിച്ചിരുന്ന ആ ജനത തങ്ങളുടെ മതവിശ്വാസവുമായി കൂട്ടിക്കലർത്തി. അങ്ങനെ ഡിസംബർ 25 അവർ സൂര്യദേവൻ്റെ തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് ഈ റോമൻ മതങ്ങൾ അത് തങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പഴയ വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് സത്യദൈവമായ യേശുവിലേക്ക് കടന്നു വരികയും ദൈവത്തെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ വിശ്വാസത്തെ അവർ സ്വീകരിച്ചുവെങ്കിലും ആചാരങ്ങളെ അവർ പുറന്തള്ളിയില്ല. സൂര്യദേവൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്ന അവർ ആ വലിയ തിരുനാൾ നീതിസൂര്യനായ യേശുക്രിസ്തുവിൻ്റെ തിരുനാളായി അവർ ആചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണത്രേ ഡിസംബർ 25 ഈശോയുടെ ജനന തിരുനാളായിട്ട് സഭ കണക്കാക്കാൻ തുടങ്ങിയത്. ഇതൊരു പ്രകാശത്തിൻ്റെ ഉത്സവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളും തെരുവീതികളിലെല്ലാം നക്ഷത്രങ്ങൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടും നമ്മൾ അലങ്കരിക്കുന്നത്. ക്രിസ്മസ് ട്രീകൾ നമ്മൾ പ്രകാശമയമാക്കുന്നതും അലങ്കരിക്കുന്നതുമെല്ലാം ഇത് പ്രകാശത്തിൻ്റെ ഉത്സവമാണ് എന്ന് തെളിയിക്കാനാണ്. ഇത് പ്രകാശം നമ്മിലേക്ക് കടന്നു വരുന്ന വലിയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. അതിനാൽ തന്നെ ഈ ക്രിസ്തുമസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന പ്രകാശമായി മാറാനാണ്. യേശുക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന നാം എല്ലാവരും നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, നമ്മൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നുവോ അവിടെയെല്ലാം
ഒരു പ്രകാശമായി തീരണം എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡിസംബർ 25-ാം തീയതി ഈശോയുടെ ജനന തിരുനാളായിട്ട് കണക്കാക്കാൻ മറ്റൊരു കാരണമായി പറയുന്നത് വിശുദ്ധ ഹിപ്പോളിറ്റിക്സ് ആണത്രേ ഈ 25-ാം തീയതി ചരിത്രത്തിൽ ഈശോയുടെ ജനന തിരുനാളായി കണക്കാക്കാൻ തുടങ്ങിയത്. അദ്ദേഹം മാർച്ച് 25-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നതും ഈശോയുടെ പീഡാസഹന മരണവും ഒരേ ദിവസമാണ് എന്ന് അദ്ദേഹം കണക്കാക്കുന്നു. ഡിസംബർ 25-ാം തീയതി, അതായത് മാർച്ച് 25 മുതൽ 9 മാസം കണക്ക് കൂട്ടിയിട്ടാണ് ഡിസംബർ 25-ാം തീയതി എന്ന തീയതി അദ്ദേഹം ഈ യേശു ക്രിസ്തുവിൻ്റെ ജന്മമായിട്ട് കണക്കാക്കിയത്. എന്തായാലും ഇത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രകാശമായി മാറുക എന്നാണ്. പ്രകാശമായി മാറുന്ന അപരനെ കാണുവാൻ സാധിക്കുന്നിടത്താണ് പ്രകാശത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ നമുക്കാകുകയുള്ളൂ. പഴയൊരു കഥ ഇങ്ങനെയാണല്ലോ. ഒരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, എപ്പോഴാണ് പ്രകാശമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ശിഷ്യൻ പറയുന്നു, മലമുകളിൽ നിൽക്കുന്ന നമ്മൾ താഴെ നിൽക്കുന്നത് ഒരു മാവാണോ തെങ്ങാണോ എന്ന് പറയാൻ സാധിക്കുമ്പോൾ പ്രകാശമായി എന്ന് പറയാൻ സാധിക്കും. ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ശിഷ്യനോട് ചോദിച്ചു, എപ്പോഴാണ് പ്രകാശമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇത്തവണ ശിഷ്യൻ പറഞ്ഞു, താഴെ നിന്ന് വരുന്ന ഒരു മൃഗമാണോ ഒരു മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രകാശമായി എന്ന് പറയാൻ സാധിക്കും. ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. അദ്ദേഹം നിരാശയോടെ വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് നമുക്ക് പ്രകാശമായി എന്ന് പറയാൻ സാധിക്കുന്നത്? ഈ തവണ തൊണ്ടയിടറിക്കൊണ്ട് ശിഷ്യൻ പറഞ്ഞു, താഴെ നിന്ന് കയറി വരുന്നത് എൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ പ്രകാശമായി എന്ന് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിലും നമുക്കും ചിന്തിക്കാനുള്ളത് ഇത് തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ നമ്മുടെ സഹോദരനെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മൾ പ്രകാശത്തിലായി അഥവാ ക്രിസ്മസിൻ്റെ ആഘോഷത്തിലായി എന്ന് അവകാശപ്പെടാൻ സാധിക്കും.